CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ അറസ്റ്റ് CPM-നെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണെന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി. അറസ്റ്റിലായ വ്യക്തി കേവലം ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് മാത്രമല്ല, മുൻ MLA-യും CPM നേതാവുമാണ് എന്നത് CPM-നെ ബാധിക്കുന്ന വിഷയമാണെന്നും അദ്ദേഹം മലപ്പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. കൂടുതൽ വേദികളിലായി മലപ്പുറം ജില്ലാ കലോത്സവം 2ാം ദിവസം മത്സരങ്ങൾ മുറുകി. ഭരതനാട്യം, മോഹിനിയാട്ടം, തിരുവാതിരക്കളി, പഞ്ചവാദ്യം, ചെണ്ടമേളം, മിമിക്രി, നാടകം തുടങ്ങിയ മത്സരങ്ങൾ വിവിധ വേദികളിലായെത്തി. ക്ലാസിക്കൽ നൃത്ത ഇനങ്ങൾ കാണാനും നിരവധി പേരെത്തി. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകി. പ്രവർത്തകർക്കും നേതാക്കൾക്കും ഒപ്പം പ്രകടനമായി എത്തിയാണ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചത്. കൂടുതൽ വേദികളിലായി മലപ്പുറം ജില്ലാ കലോത്സവം 2ാം ദിവസം മത്സരങ്ങൾ മുറുകി. ഭരതനാട്യം, മോഹിനിയാട്ടം, തിരുവാതിരക്കളി, പഞ്ചവാദ്യം, ചെണ്ടമേളം, മിമിക്രി, നാടകം തുടങ്ങിയ മത്സരങ്ങൾ വിവിധ വേദികളിലായി എത്തി. ക്ലാസിക്കൽ നൃത്ത ഇനങ്ങൾ കാണാനും നിരവധി പേരെത്തി. തിരുവാതിരക്കളിയുടെ പാരമ്പര്യവും പഞ്ചവാദ്യത്തിന്റെയും ചെണ്ടമേളത്തിന്റെയും നാദവിസ്മയങ്ങളുമായാണ് കലോത്സവത്തിന്റെ 2ാം ദിനം സമാപിച്ചത്. നാടകത്തിന്റെ യവനിക ഉയർന്നതോടെ 2ാം ദിനം ആവേശത്തിലായി. കഴിഞ്ഞ ദിവസമെത്തിയ മഴയിൽ ആശങ്കകളെല്ലാം അടിസ്ഥാനമാക്കി തെളിഞ്ഞ ആകാശത്തിനു കീഴിൽ കൗമാര പ്രതിഭകൾ നിറഞ്ഞാടി. നാടകവും മിമിക്രിയും നിറഞ്ഞ വേദിയിലാണ് നടന്നത്. അറബി, മലയാളം, ഉറുദു പദ്യം ചൊല്ലലും പ്രസംഗവും വാശിയേറിയ മത്സരങ്ങളാണ് നടന്നത്. അമ്മ തെങ്ങാനം സ്വരവഴി
ആദരം നൽകും ദക്ഷിണയേകും സംഗീതം 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 സപ്തസ്വരനാദമോടെ ശ്രവണം മനോഹരം നാദസ്വരങ്ങൾ സരിഗഗ സരിഗ. ചെറിയ മുറികളെ വേദികളാക്കിയത് മത്സരത്തെ ബാധിച്ചതായി ആക്ഷേപമുയർന്നു. കോൽക്കളിയും വട്ടപ്പാട്ടുമടക്കമുള്ള ഇനങ്ങൾ ഇന്നാണ് നിശ്ചയിച്ചിരുന്നതെങ്കിലും അത് വ്യാഴാഴ്ചത്തേക്ക് മാറ്റിയിരുന്നു. CCN പെരിന്തൽമണ്ണ. മലപ്പുറം ജില്ലാ കലോത്സവത്തിലെ ഹൈസ്കൂൾ വിഭാഗം തിരുവാതിരകളി മത്സരത്തിൽ അടയ്ക്കാക്കുണ്ട് ക്രസന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് വിജയം. വാശിയേറിയ മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയതോടെ ടീം സംസ്ഥാന കലോത്സവത്തിലേക്ക് യോഗ്യത ഉറപ്പിച്ചു. ഭീഷ്മസൂതയേ കൗതുകാൽ തേരതിലേറ്റി ഈശ്വരാണി കൊണ്ടു പോയതും തേരതിലേറ്റി ഈശ്വരാണി കൊണ്ടു പോയതും വിശ്വനായകനിൻ കൃപാവലിയെന്നു തന്നെ നിനച്ചു രുക്മിണി വിശ്വനായകനിൻ കൃപാവലിയെന്നു തന്നെ നിനച്ചു രുക്മിണി വിശ്വനായക നിൻ കൃപാവലി എന്നു തന്നെ. വേദി 7-ലാണ് ഹൈസ്കൂൾ വിഭാഗം തിരുവാതിരക്കളി മത്സരം നടന്നത്. മങ്കമാർ നിറഞ്ഞാടിയ മത്സരത്തിൽ മത്സരാർത്ഥികൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. കൃപാവലി എന്നു തന്നെ നിനച്ചു രുക്മിണി ആശ്വസിച്ചതുമോർത്തവൾ നിന്നുടെ ആശ്വസിച്ചതുമോർത്തവൾ നിന്നുടെ ആശ്വസിച്ചതുമോർത്തവൾ നിന്നുടെ പാദമിന്നുലമീട്ടുതാരെ ആശ്വസിച്ചതുമോർത്തവൾ നിന്നുടെ പാദമിന്നുലമീട്ടുതാരെ ഗോപി ലോല ചിന്മയ ഗോവിന്ദ കൃഷ്ണ നിൻ പാദം കൈവാണങ്ങുന്നേ. വിജയം കൈവരിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ടെന്ന് സ്കൂളിലെ അധ്യാപകർ അറിയിച്ചു. നമുക്ക് തിരുവാതിര ഇതുവരെ സ്റ്റേറ്റിൽ കിട്ടിയിട്ടില്ല. മറ്റുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ സ്റ്റേറ്റിൽ ഫസ്റ്റും എ ഗ്രേഡും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. കുട്ടികളുടെ കഠിന പ്രയത്നവും ടീച്ചേഴ്സിന്റെ ഫുൾ സപ്പോർട്ടുമാണ് ഇത്തരമൊരു വിജയം ഉണ്ടാകുന്നതിന്റെ ഏറ്റവും വലിയ കാരണം. നല്ല കുട്ടികളാണ്, വളരെ ആത്മാർത്ഥമുള്ള കുട്ടികളാണ്. അവരുടെ കഠിന പ്രയത്നം തന്നെയാണ് ഇതിന്റെ പുറകിലുള്ളത്. ഈ വർഷം അവർക്ക് പരിശീലനം കൊടുത്തിരുന്നു. പിന്നെ കുട്ടികൾ സൂചിപ്പിച്ച പോലെ ഞങ്ങളുടെ സ്കൂളിൽ 30ഓളം വർഷമായിട്ട് ജോലി ചെയ്യുന്ന ശ്രീലത ടീച്ചറുടെ ഒരു റിട്ടയർമെന്റ് വർഷം കൂടിയാണ്. ടീച്ചർക്ക് ഈ വിജയം ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. അതിസന്തോഷമുണ്ട്. ഇവര് നല്ല പറഞ്ഞത് കേട്ടനുസരിച്ച് ടീച്ചർമാരെയും 2 ടീച്ചേഴ്സാണ്, ബീന ടീച്ചറും ഷീല ടീച്ചറുമാണ് പഠിപ്പിച്ചു തന്നത്. ഞങ്ങൾ പറഞ്ഞതനുസരിച്ച് ഒപ്പം നിന്ന് നല്ല കുട്ടികളായിട്ട് കളിച്ചു. സംസ്ഥാന തലത്തേക്ക് ഫസ്റ്റ് വാങ്ങാൻ കഴിഞ്ഞു. അതിസന്തോഷം. 5 മാസത്തോളം പരിശീലനം നേടിയാണ് വിദ്യാർത്ഥിനികൾ ജില്ലാതല മത്സരത്തിനായി തയ്യാറെടുത്തത്. സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രിയപ്പെട്ട ടീച്ചർക്ക് ഈ വിജയം സമർപ്പിക്കുന്നുവെന്ന് വിദ്യാർത്ഥിനികൾ പറഞ്ഞു. ഞങ്ങള് 5-5.5 മാസമായി ഞങ്ങള് തിരുവാതിരക്ക് പ്രാക്ടീസ് ചെയ്യണു. ടീച്ചർമാരെ തന്നെ കൊണ്ടുവന്ന് പഠിപ്പിക്കുകയായിരുന്നു. ഷീല ടീച്ചറും ബീന ടീച്ചറും പിന്നെ സ്കൂളിലെ എല്ലാ ടീച്ചർമാരും സാറുമാരും ഒക്കെ ഞങ്ങൾക്ക് സപ്പോർട്ടായിരുന്നു. എല്ലാരും അതിനു വേണ്ടി നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ആ എഫേർട്ടിനുള്ള റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്തു. പിന്നെ ശ്രീല ടീച്ചറിന്റെ ലാസ്റ്റത്തെ ഇയർ ആണ്. അപ്പോ ടീച്ചറിന് ഒരു ആഗ്രഹമായിരുന്നു, ഭയങ്കര ആഗ്രഹമായിരുന്നു എല്ലാ ടീമിനെ ഒന്ന് നല്ല ജില്ലയിലും സ്റ്റേറ്റിലൊക്കെ കൊണ്ടുപോകണമെന്നുള്ളത്. അപ്പോ ടീച്ചറിന്റെ ഒരു ആഗ്രഹത്തും വേണം ഞങ്ങളെ പഠിപ്പിച്ചതും പഠിപ്പിക്കാൻ ആള് വന്നതും. അങ്ങനെ ഞങ്ങൾക്ക് ഇത്രയും ക്ലാസ് ഇതൊക്കെ തന്ന് ഞങ്ങളെ ഇവിടം വരെ എത്തിച്ചതും ഒക്കെ ടീച്ചറിന് ലാസ്റ്റ് പോണ ഇയറിൽ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആണ്. സംസ്ഥാന കലോത്സവത്തിലും ഈ വിജയം ആവർത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അടയ്ക്കാക്കുണ്ട് സ്കൂൾ ടീം. CCN മലപ്പുറം. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. SB ജംഗ്ഷനിൽ നിന്ന് 100 കണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ടുള്ള പ്രകടനമായി എത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്.
CPIM ഏരിയ സെക്രട്ടറി കെ ജയദേവൻ സ്ഥാനാർത്ഥികൾക്ക് രക്തഹാരം അണിയിച്ചു. പ്രകടനത്തിന് ബി രാജേഷ്, MC വാസുദേവൻ, MK ദേവി, ടി നീലകണ്ഠൻ, ഒ മോഹൻദാസ്, സി ഹരിദാസൻ, PR സന്ദീപ്, സി രാജിക എന്നിവർ നേതൃത്വം നൽകി. വാർഡ് 1 VC ഉണ്ണികൃഷ്ണൻ, വാർഡ് 2 MK ദ്വാരകനാഥൻ, വാർഡ് 3 ലത സുരേഷ്, വാർഡ് 4 AN ദൃശ്യ, വാർഡ് 5 KK ലിനി, വാർഡ് 6 P അരവിന്ദാക്ഷൻ, വാർഡ് 7 C ഓമന, വാർഡ് 8 N വിദ്യാലക്ഷ്മി, വാർഡ് 9 TT വിജയകൃഷ്ണ, വാർഡ് 10 CP ശിവൻ, വാർഡ് 11 P രമ്യശ്രീ, വാർഡ് 11 P ശ്രീരമ്യ, വാർഡ് 12 KV ഗോപാലൻകുട്ടി, വാർഡ് 13 C സുജിത്, വാർഡ് 14 M അരുണ, വാർഡ് 15 P രജനി, വാർഡ് 16 K ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് റിട്ടേണിംഗ് ഓഫീസർ കടമ്പഴിപ്പുറം സബ് രജിസ്ട്രാർ ഓഫീസർ SK പ്രമോദ് മുൻപാകെ പത്രിക നൽകിയത്. CCN കടമ്പഴിപ്പുറം. BJP സെൻട്രൽ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന 12 ഡിവിഷനുകളിലെയും സ്ഥാനാർത്ഥികളെ അധ്യക്ഷൻ P സുബ്രഹ്മണ്യൻ പ്രഖ്യാപിച്ചു. കളത്തൂർ വനിതാ ഡിവിഷനിലെ കൃഷ്ണപ്രിയ, ഒതുക്കുന്ന ഡിവിഷനിൽ രാജേഷ് കേടൂർ, കാടാമ്പുഴയിലെ വിലാസിനി, കുറ്റിപ്പുറത്ത് ബിന്ദു രാജേന്ദ്രൻ, പൂക്കോട്ടൂർ സജിന എന്ന്, ചേരൂർ സിന്ധു P, വേങ്ങര ജയകൃഷ്ണൻ. മലപ്പുറത്ത് മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും സ്ഥാനാർത്ഥികൾ അടുത്ത ദിവസങ്ങളിൽ പത്രിക നൽകുമെന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപന യോഗത്തിൽ BJP ജില്ലാ പ്രസിഡന്റ് P സുബ്രഹ്മണ്യൻ പറഞ്ഞു. BJP OBC മോർച്ച സംസ്ഥാന പ്രസിഡന്റ് M പ്രേമൻ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ B രതീഷ്, K രാമചന്ദ്രൻ, സംസ്ഥാന കമ്മിറ്റി അംഗം K വേലായുധൻ, മേഖലാ വൈസ് പ്രസിഡന്റ് വില്ലോടി സുന്ദരൻ, ജില്ലാ നേതാക്കളായ മഠത്തിൽ രവി, സേതുമാധവൻ, M സുകുമാരൻ, ചന്ദ്രൻ പറവൂർ, V ഗീത എന്നിവരും സ്ഥാനാർത്ഥികളും പങ്കെടുത്തു. CCN മലപ്പുറം. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകി. പ്രവർത്തകർക്കും നേതാക്കൾക്കും ഒപ്പം പ്രകടനമായി എത്തിയാണ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചത്. LDF നേതാക്കൾക്കൊപ്പം പ്രകടനമായി എത്തിയാണ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകിയത്. പഞ്ചായത്തിലെ കോരങ്കോട് 10ാം നമ്പർ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒരംഗമാകാൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മിനിമോൾ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഭയാശങ്ക കൂടാതെയും മമതയോട് വിദ്വേഷമോ കൂടാതെയും എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടെയും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്നും ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. 24 വാർഡുകളിലെയും സ്ഥാനാർത്ഥികൾ പത്രിക നൽകി. CCN പെരിന്തൽമണ്ണ. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ അറസ്റ്റ് CPM-നെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണെന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി. അറസ്റ്റിലായ വ്യക്തി കേവലം ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് മാത്രമല്ല, മുൻ MLA-യും CPM നേതാവുമാണ് എന്നത് CPM-നെ ബാധിക്കുന്ന വിഷയമാണെന്നും അദ്ദേഹം മലപ്പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രതിരോധത്തിലായല്ലോ. ഇതുവരെ പറഞ്ഞിരുന്നതൊക്കെ പോയില്ലേ? ഇതുവരെ പറഞ്ഞിരുന്നത് പാർട്ടിക്കോ ഇതുമായി യാതൊരു ബന്ധവും ഇല്ല എന്നാണ്. പക്ഷേ ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റ് പത്മകുമാർ തന്നെ അറസ്റ്റിലായപ്പോൾ ഇനി പാർട്ടിക്കാർക്ക് ബന്ധമില്ല. അതിലും വലിയൊരു പാർട്ടിക്കാരൻ ആരാണ്? പതിറ്റാണ്ടുകളായി പാർട്ടിയിൽ ഉള്ള ആൾ, മുൻ MLA, അതുപോലെ തന്നെ CPM ഭയങ്കര പാരമ്പര്യമുള്ള ഒരാൾ. ആ ആൾ അവിടെ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനായിരിക്കുമ്പോഴാണ് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത, കൊള്ളയൊക്കെ ആവാം, പക്ഷേ ഇതുപോലെ
അവിടെ ശബരിമല ക്ഷേത്രത്തിൻ്റെ സ്വത്ത് ഒരു തരി സ്വർണം ഞങ്ങൾ കളയില്ലാന്നാണ് ഇപ്പോൾ പോലും CPM ജില്ലാ സെക്രട്ടറി MP ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞത്. ഇനി ഒരു തരി അവിടെ ബാക്കിയുണ്ടാവും, അതാണ് പ്രശ്നം. ഒരു തരി പോകാൻ അനുവദിക്കൂല എന്ന് പറഞ്ഞിട്ട് ഈ ഒരു തരി ബാക്കിയില്ല, വാതിലടക്കം അടിച്ചുകൊണ്ട് പോയി. അത് ആസൂത്രണം ചെയ്തതും അതുപോലെ തന്നെ നടപ്പിലാക്കിയതും ഒക്കെ ഒരു പൊളിറ്റീഷ്യനായ പാർട്ടിയുടെ പാരമ്പര്യമുള്ള ശ്രീ പത്മകുമാറാണ് എന്ന് പറയുമ്പോൾ അത് അത്യത്ഭുതമായിരിക്കുന്നു, അങ്ങേയറ്റം ഞെട്ടിക്കുന്നതാണ്. ഇത് ഈ നാട്ടിലുള്ള അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പൊറുക്കാനാവാത്ത ഒന്നാണ്. അതാണ് ഈ കാര്യം വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഇതിപ്പോൾ ഹൈക്കോടതിയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണം ആയതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ ഇതൊക്കെ പുറത്തു വരുമോ? ഹൈക്കോടതി മോണിറ്റർ ചെയ്യുന്നത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരവാദിത്തം അവർ ഏറ്റെടുത്തേ മതിയാവുള്ളൂ. ഇത് വലിയ നാണക്കേടായിപ്പോയി, അത് സമ്മതിച്ചേ പറ്റുള്ളൂ. തീർച്ചയായും ജനങ്ങളിൽ നിന്ന് പ്രതികരണം ഉണ്ടാവും. ഇതിപ്പോൾ ഈ പറയുന്നത് ഇവരിലൊന്നും നിൽക്കില്ല. രണ്ട് മന്ത്രിയും മുൻ മന്ത്രിയും ഇപ്പോഴത്തെ മന്ത്രിയും അവർക്കെതിരെ കൂടി അന്വേഷണം വേണം എന്നൊരു ആവശ്യം സമാന്തരമായിട്ട് ഉയരുന്നുണ്ട്. അന്വേഷണം വേണം എന്ന് ആരും പറഞ്ഞില്ലെങ്കിലും അന്വേഷണം ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഹൈക്കോടതിയുടെ നേതൃത്വത്തിലുള്ള ഒരു ടീമാണല്ലോ അന്വേഷിക്കുന്നത്. അവർ മൊഴിയുടെയും തെളിവിൻ്റെയും അടിസ്ഥാനത്തിൽ പോവാൻ ബാധ്യസ്ഥരാണ്. അത് പോകുന്നുണ്ടോ എന്ന് നോക്കാൻ കോടതിയുടെ സൂക്ഷ്മമായ നിരീക്ഷണം ഉണ്ട്. പരിശോധന തീർച്ചയായിട്ടും വേണം. അവരുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് നമുക്കറിയില്ല. പക്ഷേ മുൻ ദേവസ്വം മന്ത്രിയെക്കുറിച്ച് ആരോപണം ഉണ്ട്. അപ്പോൾ അതിൻ്റെ നിജസ്ഥിതി തീർച്ചയായിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നോക്കാതെ ഇരിക്കുകയില്ല, തീർച്ചയായിട്ടും നോക്കും. CCN മലപ്പുറം. പെരിന്തൽമണ്ണ ഉപജില്ല അറബിക് ടീച്ചേഴ്സ് അക്കാദമിക് കൗൺസിൽ യോഗം പെരിന്തൽമണ്ണ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്നു. പെരിന്തൽമണ്ണ AO KT കുഞ്ഞുമൊയ്തു ഉദ്ഘാടനം നിർവഹിച്ചു. മലപ്പുറം IME V ഷൗക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു. പെരിന്തൽമണ്ണ BPC C സന്തോഷ് കുമാർ വിശിഷ്ടാതിഥിയായിരുന്നു. മലപ്പുറം IMG KT മിന്നത്ത് മുഖ്യപ്രഭാഷണം നടത്തി. ബോധന തന്ത്രങ്ങളും ക്രിയാത്മക ക്ലാസ് റൂമുകളും എന്ന വിഷയത്തിൽ സയ്യിദ് അരീക്കോട്, അറബിക് ക്ലബ് പ്രവർത്തനങ്ങൾ എന്ന വിഷയത്തിൽ ഹുസൈൻ പാറൽ, സമഗ്ര പ്ലസ് എന്ന വിഷയത്തിൽ T മൻസൂർ, വിലയിരുത്തൽ പുതിയ സമീപനം എന്ന വിഷയത്തിൽ C ഹബീബുള്ള എന്നിവർ ക്ലാസുകൾ നയിച്ചു. അക്കാദമിക് സെക്രട്ടറി CH അബ്ദുൽ ഷമീർ സ്വാഗതവും M നൌഫൽ നസീർ നന്ദിയും പറഞ്ഞു. അധ്യാപക കലാസാഹിത്യ മത്സരങ്ങളും നടന്നു. CCN പെരിന്തൽമണ്ണ. മലപ്പുറം ജില്ലാ സ്കൂൾ കലോത്സവത്തിന് വണ്ടൂരിൽ ആഘോഷത്തുടക്കം. 5 ദിവസങ്ങളിലായി 19 വേദികളിലും 20 ഹാളുകളിലുമായി സംഘടിപ്പിക്കുന്ന ജില്ലാ കലോത്സവം 22-ന് സമാപിക്കും. ഡെപ്യൂട്ടി കളക്ടർ സ്വാതി ചന്ദ്രമോഹൻ കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാരംഗം സ്വാഗത സംഘം അവതരിപ്പിച്ച സ്വാഗത ഗാനത്തോടെയാണ് ഉദ്ഘാടന ചടങ്ങ് ആരംഭിച്ചത്. സ്വാഗത നൃത്തവും നടന്നു. മലപ്പുറം ഡെപ്യൂട്ടി കളക്ടർ KAS സ്വാതി ചന്ദ്രമോഹൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇതെല്ലാം നിങ്ങളെ ഒരു മെഷറിംഗ് ഫാക്ടർ. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളും പല രീതിയിൽ ടാലന്റഡ് ആണ്, പല കഴിവുള്ളവരാണ്. നിങ്ങൾക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷോക്കേസ് ചെയ്യുന്ന ഒരു വേദി മാത്രമാണ് ഇങ്ങനത്തെ കലോത്സവം എന്ന് പറയുന്നത്. അതല്ലാതെ നിങ്ങളെ ജഡ്ജ് ചെയ്യാനോ നിങ്ങളുടെ ടാലന്റിനെ സെൽഫ് ആയിട്ട് ഡിഗ്രേഡ് ചെയ്യാനോ നിങ്ങൾ ആരും ശ്രമിക്കരുത്. അതിനെ പുഷ് ചെയ്ത് അതിനെ മാക്സിമം മുന്നോട്ട് കൊണ്ടുപോയി അതിനെ പെർസ്യൂ ചെയ്യുക. വണ്ടൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ V അനിത സ്വാഗതം പറഞ്ഞു. ഗസൽ ഗായകൻ പ്രിയദർശൻ, വിദ്യാഭ്യാസ ഉപഡയറക്ടർ PV റഫീഖ് എന്നിവർ പങ്കെടുത്തു. 5 ദിവസങ്ങളിലായി 19 വേദികളിലായി നടക്കുന്ന കലോത്സവം 22-ന് സമാപിക്കും. അവർക്കുള്ള മൊമെന്റോയും ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി കളക്ടർ തന്നെ നൽകുന്നു. 1 ലക്ഷം രൂപ വില വരുന്ന ഹൈസ്കൂൾ വിഭാഗം ഓവറോൾ ചാമ്പ്യൻ
ടീമിന് നൽകുന്ന 1 ലക്ഷം രൂപ വരെ വരുന്ന ട്രോഫി നമുക്കായി സ്പോൺസർ ചെയ്ത് തയ്യാറാക്കി നൽകിയത് ശ്രീ ഷിബു സിഗ്നേച്ചർ അവർകളാണ്. അവർക്കുള്ള പ്രത്യേക നന്ദി കടപ്പാടും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ലോഗോ രൂപകൽപ്പന, ചിത്രരചന, മാപ്പിള ഗാന രചനാരംഗങ്ങളിൽ പബ്ലിസിറ്റി ടീം ഒരുക്കിയത് ഏറ്റുവാങ്ങുകയാണ്. അതിൽ 2ാം സ്ഥാനം നേടിയത് സ്കൂളിലെ കുട്ടികൾ തന്നെയാണ്. ആ ഇനത്തിൽ 2ാം സ്ഥാനം നേടി LPSC എടക്കരയിൽ വർക്ക് ചെയ്യുന്ന ശ്രീ മാജിദ ടീച്ചറെയും 3ാം സ്ഥാനം ഏറ്റുവാങ്ങുന്നത് CCN പെരിന്തൽമണ്ണ. പരസ്യങ്ങളോ മറ്റ് പ്രചാരണ രീതികളോ ഇല്ലാതെ ഉപഭോക്താക്കളുടെ സാക്ഷ്യപ്പെടുത്തൽ കൊണ്ട് മാത്രം വിപണിയിൽ തരംഗമായിരിക്കുകയാണ് കേരള പെയിന്റ്സ്. വീട്ടിലുള്ളവരുടെയും പെയിന്റിംഗ് തൊഴിലാളികളുടെയും ആരോഗ്യത്തിന് പ്രാധാന്യം നൽകിയാണ് കേരള പെയിന്റ്സിന്റെ ഫോർമുലയും നിർമ്മാണവും. പരസ്യങ്ങളില്ലാതെ ഉപഭോക്താക്കളുടെ സാക്ഷ്യപ്പെടുത്തൽ കൊണ്ട് മാത്രം ഹിറ്റായ ബ്രാൻഡാണ് കേരള പെയിന്റ്സ്. ആരോഗ്യത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് നിർമ്മിക്കുന്ന പെയിന്റ് ആയതുകൊണ്ട് തന്നെ ആവശ്യക്കാരും കൂടുതലാണ്. ബഹുരാഷ്ട്ര കുത്തക കമ്പനികൾ അടക്കി വാണിരുന്ന പെയിന്റ് ഇൻഡസ്ട്രിയിൽ ഗുണനിലവാരം കൊണ്ടും നിർമ്മാണത്തിലെ പ്രത്യേകത കൊണ്ടും വിപണി കീഴടക്കിയ ബ്രാൻഡാണ് കേരള പെയിന്റ്. വീട്ടിലുള്ളവരുടെയും പെയിന്റിംഗ് തൊഴിലാളികളുടെയും ആരോഗ്യത്തിന് വളരെ പ്രാധാന്യം നൽകിയാണ് കേരള പെയിന്റിന്റെ ഫോർമുലയും നിർമ്മാണവും. അതുകൊണ്ട് തന്നെ ഒരു തരം മണമോ ശ്വസന അസ്വസ്ഥതകളോ ഇല്ലെന്ന് മാത്രമല്ല, കുറച്ചു പെയിന്റ് കൊണ്ട് തന്നെ വീട് മുഴുവനായും പെയിന്റ് അടിക്കാമെന്ന പ്രത്യേകതയും കേരള പെയിന്റിനുണ്ട്. മലയാളി ഉൽപ്പന്നങ്ങൾക്ക് കേരള മാർക്കറ്റിൽ വലിയ പിന്തുണയാണ് ലഭിക്കുന്നതെന്ന് കേരള പെയിന്റ് ചെയർമാൻ ജോസഫ് ലിജോ പറഞ്ഞു. കേരള പെയിന്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ഹാനികരമല്ലാത്തൊരു പെയിന്റ് ഉണ്ടാക്കണം എന്നുള്ളത്. അതിൽ ഞങ്ങൾ വിജയിച്ചു എന്നുള്ളതിൽ ഭയങ്കര സന്തോഷമുണ്ട്. മറ്റ് പെയിന്റുകളെ വെച്ച് നോക്കുകയാണെന്ന് വെച്ചാൽ 30% കൂടുതൽ കവറേജ് കിട്ടുന്ന പെയിന്റാണ് ഞങ്ങളുടേത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരുടെ ബഡ്ജറ്റിനിണങ്ങുന്ന രീതിയിൽ അവരുടെ പെയിന്റ് അടി പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. കേരളത്തിൻ്റെ എല്ലാ സ്ഥലത്തേക്കും നമുക്ക് ഡെലിവറി കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഞങ്ങളുടെ പെയിന്റ് കൊണ്ടുപോയിട്ടുള്ള മുഴുവൻ ആൾക്കാരും ഇതിൻ്റെ ഗുണം മനസ്സിലാക്കിയിട്ട് അവരുടെ നാട്ടിലൊരു ഒരു സംരംഭം തുടങ്ങാൻ സാധിക്കുമോ എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ അടുത്ത് ചോദിക്കാറുണ്ട്. അവരൊക്കെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാറുണ്ട്. കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് ഇണങ്ങിയ ഫോർമുലയിൽ തയ്യാറാക്കുന്ന കേരള പെയിന്റ് കമ്പനിയുടെ എക്സ്ക്ലൂസീവ് ഔട്ട്ലെറ്റ് വഴി മാത്രമാണ് വിതരണവും വിൽപ്പനയും. അതിനാൽ പരമാവധി വില കുറച്ച് ഉൽപ്പന്നങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നു എന്ന പ്രത്യേകതയും കേരള പെയിന്റിനുണ്ട്. തന്നെയുമല്ല, കേരളത്തിൽ എവിടെയും ഫ്രീ ഹോം ഡെലിവറിയും കമ്പനി ഒരുക്കിയിട്ടുണ്ട്. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ അറസ്റ്റ് CPM-നെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണെന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി. അറസ്റ്റിലായ വ്യക്തി കേവലം ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് മാത്രമല്ല, മുൻ MLA-യും CPM നേതാവുമാണ് എന്നത് CPM-നെ ബാധിക്കുന്ന വിഷയമാണെന്നും അദ്ദേഹം മലപ്പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. കൂടുതൽ വേദികളിലായി മലപ്പുറം ജില്ലാ കലോത്സവം 2ാം ദിവസം മത്സരങ്ങൾ മുറുകി. ഭരതനാട്യം, മോഹിനിയാട്ടം, തിരുവാതിരക്കളി, പഞ്ചവാദ്യം, ചെണ്ടമേളം, മിമിക്രി, നാടകം തുടങ്ങിയ മത്സരങ്ങൾ വിവിധ വേദികളിലായെത്തി. ക്ലാസിക്കൽ നൃത്ത ഇനങ്ങൾ കാണാനും നിരവധി പേരെത്തി. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകി. പ്രവർത്തകർക്കും നേതാക്കൾക്കും ഒപ്പം പ്രകടനമായി എത്തിയാണ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചത്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.